അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ എത്തിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഡിന്നർ കഴിച്ചു. 8:30 റൂമിലെത്തി. പിന്നെ ഒന്ന് ഒതുക്കി വെച്ച് ബാഗൊക്കെ ഒതുക്കി വെച്ച് പിന്നെ കുറച്ച് സമയം കിട്ടിയത് ഇന്നലെയാണ്. കുറച്ച് ഒന്ന് കുളിക്കാൻ കയറി. കുളിക്കണ്ടെന്ന് വെച്ച് കയറുന്നു. കുളിക്കണ്ടെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമുണ്ട്. പിന്നെ കുളിച്ചു. എല്ലാം ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേറ്റ് ഒരു 1:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാൻ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. കുറേ കാലങ്ങൾക്ക് ശേഷം 7:30 വരെ ഉറങ്ങി. 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8 o'clock പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാം ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാ ദിവസവും. 8:30 9 o'clock ആകുമ്പോഴേക്ക് ഇറങ്ങി. അങ്ങനെ എല്ലാവരും ഇന്നിവിടെ ചെറിയൊരു മല, ഇത് ശരിക്കും ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെക്കിംഗ് അല്ല, അക്ലമൈസേഷൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ തന്നെ ഒരു ചെറിയ മല കയറിയിട്ട് ഇവിടുന്ന് എവറസ്റ്റ് കാണുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. My first selfie. Now, you want it with the background? ഹലോ Official photographer. ആവേശം കൂടി പോയി. എല്ലാവരും ഉണ്ട്. ഈ ഷമീനെ എന്നും ഹർഷനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാറുണ്ട്. എന്നും ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. എന്താ പറയുക, കല്യാണം കഴിച്ചേ ആ പാവം ഒന്നും പറയാണ്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും. ഇവിടെ ഒരുപാട് പോപ്പുലേഷൻ ഒരു സ്ഥലമാണെന്നുണ്ട്. വലിയ സ്കൂളൊക്കെ ഉണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അവിടെ പഠിക്കുന്നു. അത്രയും വീടുകളൊക്കെ ഉണ്ട്. പോപ്പുലേഷൻ ഇല്ലാണ്ടിരിക്കില്ല. ഗുരുജി പറയാണ് സൈൻ ബോർഡിന്റെ വീഡിയോ എടുത്തില്ല. ഒക്കെ എടുത്തേക്കാം. കുംജും ഖുണ്ടേ. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ്. ഇവിടെ പിള്ളേരുടെ മാർച്ച് ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇത്രത്തോളം വിസിബിളാണ് അറിയില്ല, നല്ല ദൂരത്ത്. ആ ഏരിയ മൊത്തം മിലിറ്ററി ഏരിയ എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം കളർഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലാഗ് തൂക്കിയിട്ട് കാണാം. എവിടെ പോയാലും കാണാം. പക്ഷേ അതിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാ ഫ്ലാഗിലും ഇതുപോലെ ഒരു മന്ത്രങ്ങളോ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു മലയുടെ മുകളിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്കും ബ്രിഡ്ജിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും ഈ പിക്ചേഴ്സും ലെറ്റേഴ്സും ഒന്നും കാണില്ല. നമുക്ക് ആ നിറങ്ങൾ മാത്രം കാണാം. ഒരു എമർജൻസി ഇല്ല, ഒരു അർജൻറ്റും ഇല്ല. പതുക്കെ പോയാൽ മതി. ജയ്. ആ പീക്കിന്റെ പേര് പറഞ്ഞാൽ തംഷേർക്കു എന്നാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ കയറാന്നൊക്കെ തോന്നുന്നു. 6600 ആണ് അതിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. എവറസ്റ്റ് 8005 ഓൾമോസ്റ്റ് 500. പിന്നെ ഇവിടെ ഒരു പീക്ക് കാണുന്നുണ്ട്. പക്ഷെ അത്ര വലുതല്ല. भारत माता की जय, सागर माता की जय, भारत माता की जय, सागर माता की जय, भारत माता की जय, सागर माता की जय. मैं ओडी बा ഇങ്ങനെ മേലായിട്ട് ഇവിടെ ഒരു ഗാലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇവിടെ സ്ലൈഡ് ഷോ ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചിട്ട് ഇവിടെ ക്ലൈമ്പിങ്ങിനെ കുറിച്ചിട്ടും ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും പിന്നെ ഇവിടുത്തെ ഈ
കുംഭു സിറ്റീനെ കുറിച്ച്, കുംഭു റീജിയനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നൊരു ഷോ ആയിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ചോദിച്ചാൽ കറക്റ്റ് അറിയാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 1953 ഹിലാരി ക്ലൈംബ് ചെയ്ത അതിനെ കുറിച്ചിട്ടും അതിന് മുന്നേ എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയാണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് അങ്ങനെയെ കുറിച്ചിട്ടും മൃഗങ്ങളെ കുറിച്ചിട്ടും ബേഡ്സിനെ കുറിച്ചിട്ടും എല്ലാം ഉണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ശില്പം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലെന്തോ ഒരു പറഞ്ഞു ഉണ്ടാക്കി വെച്ചയാളുടെ പേരൊക്കെ അവിടെ ഉണ്ട്. ചെറിയ ലൈറ്റ് ക്രൗഡ് ഇല്ലേ? അതാണ് എവറസ്റ്റ് ആണ് അത് കാണുന്നത്. ആ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത്. നേരെ കാണുന്നത് ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ച് കണ്ടില്ല, ഇങ്ങോട്ട് വരുമ്പോ ഈ കാണുന്നത്. ഓക്കെ 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 ക്ലിയർ ആണ്. ഇവിടെ മ്യൂസിയം ഉണ്ട് പറഞ്ഞിട്ട് മ്യൂസിയത്തിൽ കയറിയിരിക്കുകയാണ്. വരൂ. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല ഇവിടെ. ഹൗസ് ഹോൾഡ് ഐറ്റംസ്. എനിക്കൊന്ന് അപ്പുറം ഭാഗത്തുനിന്നാണ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാംഗിളിൽ നിന്ന് come to help them. The city was out in front, covering these steps, great sheets of ഒരു മിനിയേച്ചർ ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെയായിട്ട് വരും ബേസ് ക്യാമ്പ്. നമ്മൾ വരുമ്പോൾ കണ്ട കല്ലൊക്കെ ഞാൻ പറഞ്ഞില്ല എത്ര കാലം പിടിച്ചാലും കൊത്തി ഉണ്ടാക്കുന്നതിൻ്റെ പിക്ചേഴ്സും കൊത്തി ഉണ്ടാക്കിയ നോക്ക് പണ്ട് കാലത്തേ തുടങ്ങിയിട്ടുണ്ട് സംഭവങ്ങൾ. ഇതെല്ലാം 3 പീക്കാണ്. നൂപ്സെ, ലോഡ്സെ, എവറസ്റ്റ്. നൂപ്സെ, ലോഡ്സെ, എവറസ്റ്റ്. Behind this is Everest. And over here it's a Magalu region, the 5th highest. ഓക്കെ, നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചു പോവാണ്. മ്യൂസിയത്തിൻ്റെ ഒരു കവാടാണ്. ഇവിടുന്ന് കുറച്ച് നടക്കണം. അത് നമ്മൾ രാവിലെ മല കയറിയിട്ട് അതിൻ്റെ താഴെ എത്തിയിട്ടാണ് വീണ്ടും ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു മല കയറിയത്. അത് വയ്യണ്ട, 2ാമത് കയറിയപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു എന്ന് വെച്ചിരിക്കുമ്പോഴാണ് മ്യൂസിയത്തിൽ പോകാമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ താഴെ ഹോട്ടലിലെത്തിയിട്ട് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് ഇതൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് റെസ്റ്റാണ്. നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. എത്ര മണിക്കാണെന്ന് അറിയില്ല, 6 മണിക്കോ മിക്കവാറും 6-6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ താല്പര്യമില്ലാണ്ടാണ് മ്യൂസിയത്തിലേക്ക് പോയത്. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല ഈ മ്യൂസിയത്തിൽ
പോയി കാണുന്ന ചിലതൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ലതായിരിക്കും, ചില സ്ഥലത്തൊക്കെ ഫേക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്നത് പിന്നെ എന്താ പറയുക, എനിക്ക് പണ്ട് മുതലേ എനിക്ക് പഴയ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ താഴെ ഓൾമോസ്റ്റ് താഴെ എത്തി. ഇനി ഹോട്ടലിലേക്ക്. സമീറിന് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. സമീർ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് എല്ലാറ്റിനും. എല്ലാ പെൺകുട്ടികളും ഉണ്ടല്ലോ. രാജേഷ് കോടാലി പറഞ്ഞിട്ടില്ലേ? കോടാലി റീന കോടാലി